ക്ഷേത്രവിശ്വാസ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ സംഗമം അലങ്കോലപ്പെടുത്തിയ CPM. കൊട്ടാരക്കര കോട്ടാത്തല തണ്ണീർപ്പന്തൽ ദേവീക്ഷേത്ര സന്നിധിയിലാണ് സംഭവം. രാഷ്ട്രീയ ഭേദമില്ലാതെ ചേർന്ന യോഗത്തിലാണ് CPM നേതാക്കൾ അതിക്രമം നടത്തിയത്. യോഗത്തിലെത്തിയ വയോധികനെ പരിക്കേൽക്കുകയും ചെയ്തു. അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഒരു കാര്യം നടത്തേണ്ടത്. ഇവിടെ കോട്ടാത്തല ജംഗ്ഷനിൽ നാളെ ഒരു പെട്ടിക്കട തുടങ്ങുന്നു. അതിനൊരു അനൗൺസ്മെന്റ് നടത്തണം. അവിടെ ഒരു യോഗം നടത്തണം. മീഡിയ കമ്മിറ്റി അംഗം N. ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ പൊതുയോഗം അലങ്കോലപ്പെടുത്തിയത്. വിവരങ്ങളുമായി M. മനോജ് ചേരുകയാണ്. മനോജ്, എല്ലാ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുമുള്ള വിശ്വാസികളുടെ ഒരു സംഗമമാണ് ഇപ്പോൾ CPM അലങ്കോലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ എത്രത്തോളം പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു? മനോജ്, കേൾക്കാമെങ്കിൽ. ക്ഷേത്രവിശ്വാസ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ സംഗമം അലങ്കോലപ്പെടുത്തിയിരിക്കുകയാണ് CPM. കൊട്ടാരക്കര കോട്ടാത്തല തണ്ണീർപ്പന്തൽ ദേവീക്ഷേത്ര സന്നിധിയിലാണ് ഈ സംഭവം ഉണ്ടായത്. രാഷ്ട്രീയ ഭേദമില്ലാതെ ചേർന്ന യോഗത്തിലാണ് CPM നേതാക്കൾ കടന്നുവന്ന് അതിക്രമം നടത്തിയത്. യോഗത്തിലെത്തിയ വയോധികനെ ഒരു ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിക്രമത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗം N. ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ പൊതുയോഗം അലങ്കോലപ്പെടുത്തിയത്. മനോജ് ചേരുകയാണ്. മനോജ്, പോലീസിന്റെ സാന്നിധ്യത്തിലാണ് CPMന്റെ ഇത്തരത്തിലുള്ള അതിക്രമമുണ്ടായത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. പോലീസ് ഉണ്ടായിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടിക്കിടെ CPM നേതാക്കൾ ഈ വേദിയിലേക്ക് കയറുന്നതും പിന്നീട് അവിടെ ഒരു അതിക്രമം സൃഷ്ടിക്കുന്നതും. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചത് ഈ 15ഓളം ക്ഷേത്ര ഭാരവാഹികൾ ചേർന്നാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തിയതും ഈ നാമജപ യാത്രയ്ക്ക് ശേഷം ഒരു പൊതുയോഗം സംഘടിപ്പിച്ചതും. അതായത് ഈ ഉച്ചഭാഷിണികൾ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഈ കോട്ടാത്തല ഭാഗത്ത് നിയമപരമായി ഉച്ചഭാഷിണികൾ വയ്ക്കുന്നുണ്ടായിരുന്നു. അതായത് രാവിലെയൊക്കെ ക്ഷേത്രങ്ങളിൽ ഈ സങ്കീർത്തനമൊക്കെ ഈ ഉച്ചഭാഷിണി വഴി അവിടെയുള്ള ഭക്തജനങ്ങൾക്ക് കേൾക്കുവാൻ ആ ഒരു രീതിയിലൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ചിലർ വ്യാജ പരാതി നൽകി ഈ പോലീസിനെ കൊണ്ട് ഇതിനെതിരെ നടപടിയെടുപ്പിക്കുന്ന ഒരു സമീപനം അതൊക്കെ തന്നെ അവിടെ തുടർന്നുകൊണ്ടേയിരുന്നു. പല ക്ഷേത്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് എത്തുന്നു. അവിടെയുള്ള സ്പീക്കർ അടക്കം എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിലാണ് അവിടെയുള്ള ക്ഷേത്ര ഭാരവാഹികളെല്ലാം ഒന്നു ചേർന്നുകൊണ്ട് ഒരു പൊതുയോഗവും അതോടൊപ്പം തന്നെ ഒരു നാമജപ യാത്രയും സംഘടിപ്പിക്കുവാൻ തീരുമാനമായത്. അതാണ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ പരിപാടി തീരുമാനിച്ചത്. അതിനുശേഷം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഈ തണ്ണീർപ്പന്തൽ ദേവീക്ഷേത്രത്തിന് അരികിലേക്ക് എത്തുന്നു. അവിടെ വേദിയിൽ പ്രത്യേകിച്ച് ഈ പൊതുയോഗത്തിന് വേണ്ട വേദി ഒരുക്കിയിരുന്നു. ഈ വേദിയിലേക്ക് രാഷ്ട്രീയക്കാരെ ആരെയും ക്ഷണിച്ചിരുന്നില്ല. സ്വാഭാവികമായും ക്ഷേത്ര ഭാരവാഹികളാണ് ഈ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ മാത്രമാണ് ഈ വേദിയിലുണ്ടായിരുന്നത്. എന്നാൽ ഈ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അത് വ്യക്തമായും പറഞ്ഞിരുന്നു. എന്നാൽ ഈ CPMന്റെ ഏരിയ കമ്മിറ്റി അടക്കമുള്ള നേതാക്കൾ ഈ വേദിയിലേക്ക് കയറിയിരിക്കുകയും പിന്നീട് ഞങ്ങൾ കയറിയാൽ എന്താണ് കുഴപ്പമെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഈ ഒരു കടന്നുകയറ്റം അവിടെ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഈ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഉദ്ഘാടകൻ. അപ്പോഴാണ് CPM ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു അക്രമം സൃഷ്ടിക്കുന്നത്. പിന്നീട് അത് സംഘർഷത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു വയോധികൻ അദ്ദേഹം ആ പൊതുയോഗം കഴിഞ്ഞ് തിരികെ പോയപ്പോൾ ഈ സംഘർഷത്തിൽ പരിക്കേൽക്കുകയും ഈ കടന്നുകയറ്റം അതായത് ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെയുള്ള കടന്നുകയറ്റവും വെല്ലുവിളിയുമാണ് ഇതിലൂടെ നമ്മൾ കണ്ടത്. വിശ്വാസികളുടെ നേർക്കാണ് വീണ്ടും CPMന്റെ അതിക്രമം ഉണ്ടായിരിക്കുന്നത്. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.